നമസ്കാരം. ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കാം, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ്സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ഫൈവ് ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻ നഷ്ടപ്പെട്ട ഒരു എനർജിയിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്നും ഇനി ഈ റിലേഷനോട് വരില്ല, അല്ലെങ്കിൽ ഈ റിലേഷൻ നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലാണ് കംപ്ലീറ്റ് ആയിട്ട് ഈ റിലേഷൻ എൻഡായി പോയ ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. ആ ഒരു തകർച്ചയിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ഫൈവ് ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ നേരത്തെ ഫൈവ് ഓഫ് പെന്റിക്കിൾസ് എനർജി വന്നിട്ടുള്ളത്. ഇവിടെ ഒരു ഈ ഒരു റിലേഷനിൽ നിരാശയിലോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. ഇവിടെ ഇത് കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടു എന്നുള്ള ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻ കംപ്ലീറ്റ് ആയിട്ട് വേണ്ടെന്ന് വെക്കുന്ന, അല്ലെങ്കിൽ റിലേഷനിൽ നിന്ന് ഇനി റിലേഷനിൽ എഫേർട്ട് ഇടാൻ വയ്യ എന്നുള്ള രീതിയിൽ നിങ്ങൾ മാറി നിൽക്കുന്ന എനർജിയാണ്. നിങ്ങൾക്കും സത്യം പറഞ്ഞാൽ ഈ റിലേഷൻ മടുത്ത ഒരു മൈൻഡ് സെറ്റിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ ഈ ഒരു റിലേഷനിൽ വേണ്ടത്ര എഫേർട്ട് ഇട്ടിട്ടുണ്ട്, പക്ഷെ ആ ഇട്ട എഫേർട്ടിനുള്ള ഒരു റിസൾട്ട് ഈ റിലേഷനിൽ ഇതുവരെ വന്നിട്ടില്ല, ഒരു ഗ്രോത്ത് വന്നിട്ടില്ല എന്നുള്ളതിന്റെ വിഷമം നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് ഈ റിലേഷന് വേണ്ടി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. 10 ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ പേഴ്സൺ ആണ് ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത്. നിങ്ങളെ ചുറ്റിനുമുള്ള നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ ഫാമിലി, അങ്ങനെയുള്ളവരെക്കാൾ കൂടുതൽ ഈ പേഴ്സൺ ആണ് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്നുള്ള ലെവലിലാണ് നിങ്ങൾ ഈ റിലേഷനെ കണ്ടിട്ടുള്ളത്. ഈ പേഴ്സണ് നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു വാല്യൂ അത്രമാത്രമായിരുന്നു. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിൽ അവർക്ക് അവരുടെ ലൈഫിലെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം മാത്രം, അതായത് അവരുടെ ലൈഫിൽ മറ്റ് സന്തോഷങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വരുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ്. അതായത് അത്ര ഇമ്പോർട്ടൻസേ അവർക്ക് നിങ്ങളുടെ മുകളിലുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളെ ആ രീതിയിലാണ് അവർ ട്രീറ്റ് ചെയ്തിരുന്നത് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളെ അത് ഭയങ്കരമായിട്ട്, നിങ്ങൾ ഒരു ഗിവർ മാത്രമായിട്ട് നിൽക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ മാത്രം റിലേഷനിലോട്ട് വരുന്നു. അവരുടെ സാഹചര്യവും സന്ദർഭവും മാത്രം നോക്കി റിലേഷനെ ട്രീറ്റ് ചെയ്യുന്നു. അത് നിങ്ങളെ ഭയങ്കരമായിട്ട് നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അവരുടെ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ റിലേഷനിൽ ഒരു ഇഷ്യൂ വന്നപ്പോൾ ആ ഒരു ഫാമിലി പ്രശ്നം, അല്ലെങ്കിൽ ഫാമിലിയുടെ പ്രശ്നങ്ങൾ എടുത്തു കാണിച്ച് ഈ റിലേഷനിൽ നിന്ന് മാറി നിൽക്കാനാണ് ശ്രമിച്ചത്. പക്ഷെ നിങ്ങൾ ഫാമിലിയിൽ നിന്നും ഫാമിലി സിറ്റുവേഷനെ എതിർത്തുകൊണ്ട് റിലേഷന് വേണ്ടിയിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഈ റിലേഷന് വേണ്ടി പ്രത്യേകിച്ച് ഒരു എഫേർട്ട് ഇടാൻ, അല്ലെങ്കിൽ ഇതിനു വേണ്ടി എല്ലാത്തിനെയും എതിർത്ത് നിൽക്കാൻ നിങ്ങളുടെ പേഴ്സൺ തയ്യാറല്ലായിരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. പേജ് ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ഇവിടെ നിങ്ങൾ ഈ റിലേഷനെ പരമാവധി നിങ്ങളുടെ ലൈഫിലോട്ട് ചേർത്ത് നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ നെഞ്ചോട് ചേർത്താണ് ഈ റിലേഷനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ച അത്രയും അവരുടെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ട് ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഒരുപാട് ഈ റിലേഷൻ പ്രൊട്ടക്ട് ചെയ്യാനും നിങ്ങളുടെ ലൈഫിൽ തന്നെ വേണം എന്നുള്ള രീതിയിൽ ഒരു പിടിച്ചു വെക്കുന്ന പോലെ നിങ്ങൾ ഈ റിലേഷനെ ഹോൾഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. പക്ഷെ നിങ്ങൾ ആ ഒരു ശ്രമിക്കുന്നതിന്റെ, ഒരു എഫേർട്ട് ഇടുന്നതിന്റെ ഒരു വാല്യൂ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തരാതിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. 8 ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. അവരെല്ലാ കാര്യങ്ങളും പ്രാക്ടിക്കൽ ആയിട്ടാണ് കാണുന്നത്. റിലേഷൻഷിപ്പ് ആയാലും എല്ലാത്തിനെയും അവർ ഇമോഷണലി കാണുന്നതിനേക്കാൾ കൂടുതൽ ഒരു പ്രാക്ടിക്കൽ ആയിട്ടാണ് കാണുന്നത്. ഇത് വർക്കാവില്ല, ഈ റിലേഷൻ നമുക്ക് പ്രാക്ടിക്കലായിട്ട് വർക്ക് ചെയ്ത് എടുക്കാൻ പറ്റില്ല, ഇവിടെ ഇഷ്യൂസ് ഉണ്ടാവും, അതിനെ നേരിടാൻ നിങ്ങളുടെ പേഴ്സൺ തയ്യാറല്ല, ഫാമിലിയിൽ നിന്നുള്ള എതിർപ്പുകൾ ഉണ്ടാവും. പക്ഷെ അതിനെയും അവർക്ക് ഫേസ് ചെയ്യാൻ വയ്യ. എല്ലാം അവർക്ക് സ്മൂത്ത് ആയിട്ട് നടക്കുകയാണെങ്കിൽ മാത്രം റിലേഷൻ കൊണ്ടുപോകാം. അല്ലാതെ അവിടെ ഒരു എഫേർട്ട് ഇടാനോ നിങ്ങളുടെ കൂടെ നിൽക്കാനോ നിങ്ങളുടെ പേഴ്സൺ തയ്യാറല്ല. അവർ കുറച്ചൊരു പ്രാക്ടിക്കൽ മൈൻഡ് സെറ്റിലാണ് റിലേഷനെ കാണുന്നതെന്നുള്ളതാണ്. പേജ് ഓഫ് ഫാൻസ് എനർജിയാണ്. അവര് വളരെ ചിന്തിച്ച് മാത്രമേ ഈ റിലേഷനിൽ ഒരു ആക്ഷൻ എടുക്കാം, ഒരു എഫേർട്ട് ഇടാം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു എനർജിയാണ്.
നിങ്ങളാണെങ്കിൽ ഈ റിലേഷനിൽ രണ്ടുപേരും സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നത്, അതായത് നിങ്ങൾ എഫേർട്ട് ഇട്ട് മടുത്തിട്ടാണ് മാറി നിൽക്കുന്നത്. നിങ്ങൾ പേഴ്സണ് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും അവരുടെ ഭാഗത്തുനിന്ന് റിലേഷന് വേണ്ടി ഒരു ആത്മാർത്ഥത ഇല്ലാതെ നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ മാറി നിൽക്കുന്നത്. പക്ഷെ എന്നിട്ടും അവർ ഈ റിലേഷനിൽ ഒരു ഡിസിഷൻ എടുക്കുന്നില്ല. അവർ ഈ റിലേഷനെ കുറിച്ച് ഇനിയും ആലോചിക്കട്ടെ, നോക്കട്ടെ എന്നുള്ള ലെവലിൽ നിൽക്കുന്നത് നിങ്ങൾക്കൊരു മാനസികമായിട്ട് നിങ്ങളെ തകർക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. കിങ് ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ് ഇവിടെ. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷനിൽ ഒരുപാട് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഗ്രോത്ത്, അവരുടെ ഗ്രോത്തിലോട്ടാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അവരുടെ കരിയർ ഗ്രോത്ത്, ഫിനാൻഷ്യൽ ഗ്രോത്ത്, അവരുടെ ലൈഫ് സ്റ്റൈല് കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ അവരുടെ സെൽഫിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെൽഫ് ഗ്രോത്തിലോട്ട് മാത്രം ഫോക്കസ് ചെയ്യുക. ഈ റിലേഷന് വേണ്ടിയുള്ള കാര്യങ്ങളിൽ പ്രത്യേകിച്ച് എഫേർട്ടൊന്നും ഇടാതിരിക്കുക. അങ്ങനെ അവരുടെ സ്വന്തം കാര്യങ്ങൾക്ക് മാത്രമേ ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സണാണ് ഈ പേഴ്സൺ. അതുകൊണ്ട് തന്നെ ഇവർക്ക് സത്യം പറഞ്ഞാൽ ഈ റിലേഷനെ കൊണ്ടുപോകാൻ അറിയില്ല. ഇവർക്ക് ഒരാളെ അവരുടെ ലൈഫിൽ ചേർത്ത് നിർത്താൻ അറിയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. എങ്ങനെയാണ് ഒരു റിലേഷൻ കൊണ്ടുപോകേണ്ടത്, ഒരു പേഴ്സണെ സ്നേഹിക്കുമ്പോൾ അവരെ എൻ്റെ കൂടെ നിർത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവരും എൻ്റെ ലൈഫിൻ്റെ ഭാഗമാണെന്നുള്ള രീതിയിൽ ആ ഒരു എന്താ പറയുക, സെൽഫിഷ് അല്ലാതെ അല്ലെങ്കിൽ ഒരു അൺകണ്ടീഷണൽ ആയിട്ട് ഈ പേഴ്സണെ കൂടി എൻ്റെ ലൈഫിലോട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് സ്നേഹിക്കാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല. അവരിപ്പോഴും സിംഗിൾ ആണെന്നുള്ള രീതിയിൽ, അവർ ഒറ്റയ്ക്കാണെന്നുള്ള രീതിയിലാണ് റിലേഷൻ ട്രീറ്റ് ചെയ്യുന്നത്. നിങ്ങളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് റിലേഷനെ കൊണ്ടുപോകാൻ അവർക്ക് അറിയുന്നില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. അവരവരുടെ ഫിനാൻഷ്യൽ ഗ്രോത്ത്, അവരുടെ സ്വന്തം കാര്യങ്ങൾ മാത്രം അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നു. അവരുടെ വിഷമങ്ങൾക്ക് അവർ പ്രാധാന്യം കൊടുക്കുന്നു. ഈ പേഴ്സണും എൻ്റെ കൂടെ ഉള്ളതാണ്, ഇവരെ ഞാൻ സ്നേഹിക്കുന്നതാണ്, ഇവർക്കും എൻ്റെ ലൈഫിലൊരു ഇവരെൻ്റെ ലൈഫിലൊരു പാർട്ടാണ് എന്നുള്ള രീതിയിൽ ഈ റിലേഷനെ കാണാൻ അവർ തയ്യാറാവുന്നില്ല. അതുകൊണ്ടാണ് ഈ റിലേഷനിൽ ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിലേഷന് വേണ്ടി എഫേർട്ട് ഇടാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല. ഇവിടെ സത്യം പറഞ്ഞാൽ ഈ റിലേഷൻ നഷ്ടപ്പെടുമ്പോൾ, കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെടുമ്പോൾ മാത്രമേ ഇവർക്ക് ഇത് എത്രമാത്രം വാല്യുബിൾ ആയിരുന്നു എന്നുള്ളത് അവർ റിയലൈസ് ചെയ്യുള്ളൂ. അതുവരെ അവർ ഈ റിലേഷനെ ഏത് രീതിയിൽ ട്രീറ്റ് ചെയ്താലും നിങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസിൽ ഇങ്ങനെയൊക്കെ, അതായത് അവരിതുവരെ എങ്ങനെയായിരുന്നോ, ഒരു സിംഗിളായിട്ട് ഇരിക്കുമ്പോൾ എങ്ങനെയായിരുന്നോ ആ രീതിയിൽ തന്നെ അവർ ഈ റിലേഷനെ കൊണ്ടുപോകുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ. ഏസ് ഓഫ് വാൺസ് എനർജിയാണ് ഇവിടെ. റിലേഷനിൽ ചേഞ്ച് വരും. അതായത് ഈ ഒരു റിലേഷനിൽ കംപ്ലീറ്റ് ആയിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷനാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാല്യൂ അവർ ഒരിക്കൽ മനസ്സിലാക്കും എന്നുള്ള തന്നെയാണ് കാണിക്കുന്നത്. സമയം എടുക്കും, പക്ഷെ സമയം എടുത്താലും നിങ്ങൾ എത്രമാത്രം റിലേഷന് എഫേർട്ട് ഇട്ടുണ്ട്, നിങ്ങളുടെ വാല്യൂ എത്രമാത്രമാണ് എന്നുള്ളത് അവർ തിരിച്ചറിയുന്ന ഒരു ദിവസം ഈ റിലേഷനിൽ ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. സോറി എന്നാണ് പറയുന്നത്. അവർ നിങ്ങളോട് ചെയ്തിട്ടുള്ള തെറ്റുകൾക്ക്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് അറിഞ്ഞോ അറിയാതെയോ അവർ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും അവർ നിങ്ങളോട് സോറി പറയാൻ തയ്യാറാവുന്നതായിട്ടാണ്. ഫ്ലോ യുവർ ബ്ലിസ് എന്നാണ്. ഇത് യൂണിവേഴ്സിൻ്റെ മെസ്സേജ് ആട്ടോ. അതായത് നിങ്ങൾ നിങ്ങളുടെ സന്തോഷങ്ങളിലോട്ട് കൂടി കൂടുതൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുക. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ കൂടി തിരിച്ചറിയുക എന്നുള്ളതാണ്. അല്ലാതെ മറ്റൊരാളുടെ ഇഷ്ടത്തിനും സ്നേഹത്തിനും വേണ്ടി അവരുടെ പിറകെ ചേസ് ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ സന്തോഷങ്ങളെ ചേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ ലൈഫിലെ ചെറിയ ചെറിയ ഹാപ്പിനെസ്, അങ്ങനെയുള്ള കാര്യങ്ങളോട്ട് ഫോക്കസ് ചെയ്ത് നിങ്ങളിലെ ആ ഒരു ഹാപ്പിനെസ് കുറച്ചുകൂടി കൂടുതലായിട്ട് നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ലെറ്റർ എഫ് 1985, ലെറ്റർ ജെ ഭരണി, തൃക്കേട്ട 1997, സെപ്റ്റംബർ, ലെറ്റർ എച്ച് ഏപ്രിൽ, പൂയം, ലെറ്റർ ആർ, പൂരം, നവംബർ, തിരുവാതിര, അനീഴം,
മൂലം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.